നമസ്കാരം. UDF പ്രവർത്തകർക്ക് മാധ്യമങ്ങളോട് വിരോധമുണ്ടെങ്കിൽ തന്നെയും അത് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുള്ളത് റിപ്പോർട്ടർ ടിവിയോടാണ്. സോഷ്യൽ മീഡിയയിൽ നിരവധി തവണ അതവർ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചാനലിന്റെ നിലപാട് തന്നെയായിരുന്നു UDF പ്രവർത്തകരെ അസ്വസ്ഥരാക്കിയിരുന്നത്. ഇടതനുകൂല നിലപാടാണ് ചാനലിൻ്റേത് എന്നതിനേക്കാൾ കോൺഗ്രസ് വിരുദ്ധ നിലപാടായിരുന്നു ചാനലിന്റെ മുഖമുദ്ര എന്നായിരുന്നു അണികളുടെ വിമർശനം. റിപ്പോർട്ടർ ടിവിയോട് ബഹിഷ്കരണം പ്രഖ്യാപിച്ച KPCC നേതൃത്വം അടുത്ത കാലത്തായി വീണ്ടും ചാനലിനോട് അടുത്തപ്പോൾ പോലും അണികളുടെ രോഷം അടങ്ങിയിരുന്നില്ല. തുടരെ കോൺഗ്രസ് വിരുദ്ധ വാർത്തകൾ നൽകുന്ന ചാനലിനെ ബഹിഷ്കരിക്കണമെന്ന് തന്നെയായിരുന്നു അവരുടെ ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തുടരെ വാർത്തകൾ നൽകി കോൺഗ്രസിനെ അവർ വെട്ടിലാക്കിയിരുന്നു. എല്ലാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്ന വേളയിലും ചാനലുകൾക്ക് അതൊരു ആഘോഷമാണ്. സാങ്കേതിക വിദ്യയുടെ ബലത്തിൽ റിപ്പോർട്ടർ ടിവിയും 24-ഉമാണ് പൊതുവെ ഇലക്ഷൻ ദിനം ആഘോഷമാക്കാറുള്ളത്. ലേലം വിളി ശൈലിയിൽ രണ്ട് ചാനലുകളും മുന്നേറുമ്പോൾ ബഹളങ്ങളില്ലാതെ സ്വസ്ഥമായി വസ്തുതകൾ അറിയണമെന്ന ആഗ്രഹമുള്ള പ്രേക്ഷകർ ഏഷ്യാനെറ്റ് ന്യൂസ് പോലെയുള്ള ചാനലിനെയും ആശ്രയിക്കുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം UDF പ്രവർത്തകർക്ക് ആഘോഷത്തിനുള്ളതായതോടെ ഈ ദിവസം റിപ്പോർട്ടർ ചാനലിന്റെ അവതരണ ശൈലി എങ്ങനെയായിരിക്കുമെന്ന് നോക്കിയവരുണ്ട്. റിപ്പോർട്ടർ ടിവിക്ക് ആവേശം കുറഞ്ഞുവെന്നും നിന്ന നിൽപ്പിൽ തന്നെ ഇടതനുകൂല നിലപാടിൽ മാറ്റം വരുത്തിയെന്നും വിലയിരുത്തുന്നവരും ഏറെയാണ്. കൈപിടിച്ച് കേരളം UDF തരംഗമെന്നുമൊക്കെ റിപ്പോർട്ടർ പലപ്പോഴും ഹെഡ്ലൈൻ നൽകി. എന്തിനേറെ ജനം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മനസ്സിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നും റിപ്പോർട്ടർ ടിവിയിൽ ഇടതനുകൂലമായി നിന്ന് സംസാരിച്ചിരുന്ന കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറിന് പോലും പറയേണ്ടി വന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയായി എന്ന് അരുൺകുമാർ പലതവണ പറഞ്ഞു. ഇതൊക്കെ തന്നെയും ഇപ്പോൾ കോൺഗ്രസുകാർ ആഘോഷമാക്കുകയാണ്. അതിനാൽ തന്നെ അരുൺകുമാറിനെതിരെയാണ് സൈബറിടങ്ങളിൽ കോൺഗ്രസുകാർ രംഗത്ത് വന്നിരിക്കുന്നത്. UDF മുന്നേറ്റം എന്ന റിപ്പോർട്ടർ ചാനലിൽ പ്രമുഖ മാധ്യമപ്രവർത്തകൻ മൊട്ട അരുൺ കരഞ്ഞോണ്ട് പറയുന്നത് കേൾക്കണം. ആഹാ അന്തസ്. ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ്: മൊട്ട അരുൺ അണ്ണനെ ബഹിരാകാശ നിലയത്തിൽ സേഫായി മലയാളികൾ എത്തിച്ചിട്ടുണ്ട്, നന്ദിയുണ്ട്. കോൺഗ്രസിന്റെ ഈ വിജയം മൊട്ട അരുൺകുമാറിന് സമ്മാനിക്കുന്നു. ഇങ്ങനെ പോകുന്നു അവരുടെ പരിഹാസ രൂപേണയുള്ള കമന്റുകൾ. സംസ്ഥാനത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ UDFന് പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ ഉണർവ് നൽകിയിരിക്കുകയാണ്. ജനകീയ അടിത്തറയുള്ള നേതാക്കളെ തന്ത്രപരമായി കളത്തിലിറക്കിയ കോൺഗ്രസിന്റെ നീക്കം ലക്ഷ്യം കണ്ടുവെന്ന് ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. പല ശക്തമായ ഇടതുപക്ഷ കോട്ടകളിലും വിജയം നേടാനും UDFന് സാധിച്ചു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തപ്പെടുന്നതിനാൽ UDFന് ഈ വിജയം നൽകുന്ന ആത്മവിശ്വാസവും വളരെ വലുതാണ്. സ്ത്രീ വിഷയവും വർഗീയതയും അടക്കം ഉയർത്തിക്കാട്ടിയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മറുവശത്ത് ശബരിമല വിഷയമാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുക എന്നതായിരുന്നു VD സതീശന്റെ നിലപാട്. തദ്ദേശത്തിൽ UDF വലിയ വിജയം നേടുമെന്ന് ആവർത്തിച്ച അദ്ദേഹം വോട്ടിടും മുമ്പ് 4 കോർപ്പറേഷനിൽ അധികാരം പിടിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. പറഞ്ഞതുപോലെ UDF 4 കോർപ്പറേഷനുകളിൽ വിജയിച്ചു. മറ്റിടങ്ങളിൽ മികച്ച പോരാട്ടവും കാഴ്ചവെച്ചു. ജില്ലാ പഞ്ചായത്തുകളിൽ മികച്ച വിജയം നേടുമെന്ന് പറഞ്ഞതും അച്ചട്ടായി. 6 കോർപ്പറേഷനുകളിൽ 4ഇടത്ത് UDF വിജയിച്ചു. 86 മുനിസിപ്പാലിറ്റികളിൽ 54 എണ്ണവും 152 ബ്ലോക്ക് പഞ്ചായത്തിൽ 82 ഇടങ്ങളിലും UDF വിജയിച്ചു. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 438 ഇടത്താണ് UDF വിജയിച്ചത്. 14 പഞ്ചായത്തുകളിൽ 7 ജില്ലകളിൽ UDF വിജയം നേടുകയും ചെയ്തു. കോർപ്പറേഷനുകളിൽ കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ UDF ഭരണം ഉറപ്പിച്ചു. കോഴിക്കോട് മാത്രമാണ് LDFന് നിലനിർത്താനായത്. ഇവിടെയും ഗണ്യമായ തോതിൽ സീറ്റുകൾ നഷ്ടമായി. മുനിസിപ്പാലിറ്റികളിൽ 2020 നഷ്ടപ്പെട്ടവയിൽ ഭൂരിപക്ഷവും UDF തിരിച്ചുപിടിച്ചു. അതേസമയം ഗ്രാമപഞ്ചായത്തുകളിൽ UDF വൻ മുന്നേറ്റവും നടത്തി. ബ്ലോക്ക് പഞ്ചായത്തുകളിലും UDFന് മേൽക്കൈ നിലനിർത്താൻ സാധിച്ചു. UDFന്റെ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനങ്ങളും പ്രചരണ അജണ്ടകളും ഒക്കെ വിജയത്തിന് കാരണമായി എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്.